കണ്ണൂരിലേക്ക് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ LDFന് മേൽക്കൈ 14 വാർഡുകളിൽ LDF എതിരില്ലാതെ വിജയിച്ചപ്പോൾ വിമത ഭീഷണിയിൽ വലയുകയാണ് UDF. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുമടക്കം ശക്തമായ വിമത സാന്നിധ്യം തിരിച്ചടിയാകുമെന്ന പേടിയിലുമാണ് UDF ഉള്ളത്. ഇപ്പോൾ സന്തോഷുണ്ട് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സന്തോഷ്, കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലായതാണ് ആ 14 LDFന് എതിരാളികളില്ല, അവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. എന്തായാലും മലപ്പട്ടം, ഒപ്പം തന്നെ ആന്തൂര്, കണ്ണപുരം ഇടങ്ങളിലൊക്കെ തന്നെയാണ് LDF ഇത്തരത്തിൽ വിജയക്കൊടി പാറിക്കുന്നത്, അല്ലേ സന്തോഷ്? തീർച്ചയായും ഭദ്ര, കണ്ണൂർ എന്ന് പറയുന്നത് CPIMന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും LDF തന്നെയാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞപ്പോൾ ഈ നോമിനേഷന്റെ പിൻവലിക്കാനുള്ള സമയം കൂടി അവസാനിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായ ഒരു മേൽക്കൈ കണ്ണൂർ ജില്ലയിൽ LDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എതിരില്ലാത്ത വിജയം 14 വാർഡുകളിൽ നേടിയത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും പ്രചരണത്തിൽ കൂടി മുന്നേറാൻ LDFന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപേ നേടിയിട്ടുള്ള വിജയം LDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും മേധാവിത്വം നിലനിർത്താൻ LDFന് കണ്ണൂർ ജില്ലയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ UDF ക്യാമ്പിലാകട്ടെ പതിവ് പോലെ വിമത ശല്യം തന്നെയാണ് അവരെ വലയ്ക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ഉൾപ്പെടെ UDFന് ശക്തമായിട്ടുള്ള വിമത ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ 17 ഡിവിഷനുകളിൽ UDFന് വിമത ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ 12 ഡിവിഷനുകളിൽ നേരത്തെ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന മുൻ ഡെപ്യൂട്ടി മേയറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാം ആയിരുന്ന PK രാഗേഷിന്റെ നേതൃത്വത്തിൽ 12 സ്ഥലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി UDFന് വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളതാണ്. PK രാഗേഷ് കണ്ണൂരിലെ, പ്രത്യേകിച്ചും കണ്ണൂർ നഗരത്തിൽ പള്ളിക്കുന്ന് മേഖലയിലെല്ലാം വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് കോൺഗ്രസിൽ നിന്ന് PK രാഗേഷിനെ പുറത്താക്കിയിരുന്നു. എങ്കിൽ കൂടിയും കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ് PK രാഗേഷ് രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികൾ കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ KPCC അംഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയായിട്ടുള്ള റിജുൽ മാക്കുറ്റി മത്സരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ കടലായി ഡിവിഷനിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ് റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും UDFന് വലിയ വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും ഇത്തവണ മുസ്ലിം ലീഗ് വാശി പിടിച്ച് വാങ്ങിയ വാരം സിറ്റിംഗ് സീറ്റിൽ മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ താഹിറാണ് മത്സരിക്കുന്നത്. അവിടെ UDFന്റെ മുസ്ലിം ലീഗിലെ തന്നെ പ്രമുഖ പ്രാദേശിക നേതാവ് ഈ മത്സര രംഗത്ത് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ കൊട്ടിയൂർ ഡിവിഷനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമത പ്രശ്നം UDF നേരിടുന്നത്. കൊട്ടിയൂർ ഡിവിഷനിൽ, അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ 17 ഡിവിഷനിലുണ്ട്. നഗരസഭകളിൽ ഒരു നഗരസഭയിൽ ശക്തമായിട്ടുള്ള വിമത ശല്യം നേടുന്നുണ്ട്. 25ഓളം പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് വാർഡുകളിൽ ശക്തമായിട്ടുള്ള വിമത ശല്യം UDFന് നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമത പ്രശ്നമാണ് UDFനെ വലക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ കണ്ണൂർ ജില്ലയിലാകട്ടെ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യമേ അല്ല. BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനങ്ങൾ പോലും കണ്ണൂരിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിർണായക സ്വാധീന ശക്തി ആകാനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും BJPക്ക് കണ്ണൂരിൽ സ്ഥാനാർത്ഥികൾ പോലുമില്ല. ഏതായാലും മത്സര ചിത്രം തെളിയുമ്പോൾ കണ്ണൂരിൽ പ്രധാനപ്പെട്ട മത്സരം LDFും UDFും തന്നെയാണ്. UDF ഈ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ 14 വിജയം നേടിയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യക്തമായ മേൽക്കൈ നിലനിർത്തിയും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ വിമത ഭീഷണിയും അതോടൊപ്പം തന്നെ UDFനകത്ത് തന്നെയുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളുമെല്ലാം തന്നെയാണ് UDF ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഭദ്ര.